ഇത്തവണയും BJP ഒരിക്കൽ കൂടി മോദി സർക്കാർ. ചുമ്മാതല്ല, കോൺഗ്രസ് സീറ്റ് മോഹികളൊക്കെ ചാടി BJPയിലേക്ക് പോകുന്നു. പത്മം എന്ന താമര. അപ്പോൾ പത്മജ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട കേട്ടാ. ഇത് പത്മജ ഉദ്ദേശമാണ്, പത്മജ വേണുഗോപാലിനെ മാത്രം ഉദ്ദേശമാണ്. AK ആന്റണിയുടെ മകൻ പോയില്ലേ, പിന്നെയാണ്. അമ്മാതിരി കമന്റും വേണ്ട. അതുപോലെയാണോ ലീഡർ K കരുണാകരന്റെ മകള്? അണ്ണാ ആദ്യം ലോക്സഭയിൽ സീറ്റ് കൊടുത്തു, പിന്നെ നിയമസഭയിൽ 2 വട്ടം സീറ്റ് കൊടുത്തു, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാക്കി. എന്നിട്ടാണ് ശരിയാണോ? അതായത് 2001 പത്മജ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഐയുടെ ലീഡറാണ് എന്ന് മാത്രമല്ല 2001 KTDCയുടെ ചെയർപേഴ്സണാക്കി. അന്ന് തന്നെ കോൺഗ്രസിൻ്റെ I ഗ്രൂപ്പിൻ്റെ ലീഡർ പോലും പത്മജ വേണുഗോപാലാണ്. ഇത് കഴിഞ്ഞ് 2004 മുകുന്ദപുരം, പണ്ട് ലീഡറുടെ തട്ടകമായിട്ടുള്ള മുകുന്ദപുരം ലോക്സഭാ സീറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് 2016 നിയമസഭാ സീറ്റ് തൃശ്ശൂർ, അത് 4 വട്ടം തേറമ്പിൽ രാമകൃഷ്ണൻ ജയിച്ച് നിൽക്കുന്ന മണ്ഡലമാണ്, കോൺഗ്രസ് തട്ടകമാണ്. അവിടെ സീറ്റ് കൊടുത്തു, അത് തോറ്റു. അത് കഴിഞ്ഞ് 2016 ശേഷം 2021 നിയമസഭാ സീറ്റ് തൃശ്ശൂർ കൊടുത്തു. പക്ഷെ മത്സരിച്ചിടത്തൊക്കെ എന്തുണ്ടാവാൻ? തോറ്റു തൊപ്പിയിട്ടു. അമ്മാതിരി കമന്റുകളൊന്നും വേണ്ട. കരുണാകരന്റെ മകളെ ജനങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് സത്യം. K മുരളീധരൻ അനിയത്തിയെക്കുറിച്ച് പറഞ്ഞ എന്താണ്? വർക്കറ്റവും രാഷ്ട്രീയ പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. BJPക്ക് കാൽക്കാശിന്റെ ഗുണം ഉണ്ടാവില്ല എന്ന് അധികം പറഞ്ഞത് കേട്ടില്ലേ? അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട. അതായത് കോൺഗ്രസിന്റെ ഉറച്ച കുറച്ച് മണ്ഡലങ്ങൾ CPIക്ക് തീരെഴുതി കൊടുത്തു എന്നുള്ള രാഷ്ട്രീയം കൂടിയുണ്ട് പത്മജയ്ക്ക്. അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട. BJPക്ക് കിട്ടിയത് അത്ര മോശം ക്യാച്ചൊന്നും അല്ല. K കരുണാകരന്റെ മകള് BJP ചേർന്നെന്ന് അവർ കോൺഗ്രസ്സുകാരോട് പറഞ്ഞു നടക്കും. AK ആന്റണിയുടെ മകനും BJPക്കാരനായി, പത്തനംതിട്ടയിൽ സീറ്റും കിട്ടി എന്ന് പറയും പോലെ അല്ലേ. പിന്നെ 2 ജനകീയ നേതാക്കളെ കിട്ടിയെന്ന കമന്റ് ഒന്നും വേണ്ട കേട്ടോ. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന വിശ്വാസത്തിലൊന്നും അല്ലല്ലോ BJP അവരെ പൊക്കി എടുത്തോണ്ട് പോകുന്നത്. ഈ ചാഞ്ചാടി നിൽക്കുന്ന കുറച്ച് കോൺഗ്രസ്സുകാരെ BJPയിലേക്ക് ചാടിക്കണം. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കോൺഗ്രസ് വോട്ട് ചോർത്തണം. അങ്ങനെ കുറച്ച് കോൺഗ്രസ് വോട്ടും മേടിക്കണം. അതാണ് ഐഡിയ. അപ്പം മോദിജിയുടെ ചാണക്യതന്ത്രത്തിൽ വേറൊരു കോൺഗ്രസ് നേതാവ് കൂടി ഡിം. അപ്പൊ ഈ മോദിയുടെ ഗ്യാരണ്ടി ശരിക്കും ആർക്കാ? ചാടാൻ നോക്കിക്കുന്ന കോൺഗ്രസ്സുകാർക്ക്. അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട.